ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. ട്രെയിനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് മിണ്ടാത്തത്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു തന്നു. ഞാനൊരു സിനിമ കണ്ട് അങ്ങനെ പോവുകയാണ്. ആക്ച്വലി ഞാനിപ്പോൾ കല്യാണത്തിന് പോകുന്നത് 2 കല്യാണമുണ്ട്. ഒന്ന് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം, പിന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം. ഫസ്റ്റ് എന്നെ വിളിച്ചത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിനായതുകൊണ്ട് ഫസ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നെക്സ്റ്റ് ബസ് പിടിച്ച് പോകണം. കാരണം ട്രെയിനില്ല ഇനി അങ്ങോട്ട് പോകാനായിട്ട്. നാഗർകോവിൽ ചെന്നിട്ട് വേണം ഇനി നമുക്ക് പനഗുടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അവളെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നതുകൊണ്ട് രണ്ടിടത്തു നിന്നാണ് വരുന്നത്. അവൾ ബസ്സിൽ വന്ന്, ഞാൻ ട്രെയിനിൽ വന്ന്. നേരെ KSRTC തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അവളവിടെ നിൽപ്പുണ്ട്. ഇനി അവളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഞാൻ നടന്ന് എൻ്റെ സൗണ്ട് ഇപ്പോഴെങ്കിലും ഒന്ന് വരട്ടെ. ട്രെയിനിലൊക്കെ ആളായത് അതോടെ ഞാൻ മിണ്ടാതെ ഇരുന്നത്. നടന്ന് അടുത്തത് ഞങ്ങളുടെ ഒരാളും കൂടെ ഉണ്ട്. പോകുന്നത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണെങ്കിലും പ്രോപ്പർ അങ്ങ് പോവണ്ട. എന്നെ ഒരാളവിടെ കാത്തു നിൽക്കുന്നു. ഇതാണ് എന്നെ കാത്തു നിൽക്കുന്ന. എന്താ കാലിൽ ഇതാണ് അനുപമ. കൊള്ളാല കമ്മല്. ഇതൊക്കെ ഇവിടുന്ന് കോളനിയായിട്ടുണ്ട്. ഇത് ടീഷർട്ട് കാണിക്കുന്നില്ലേ? ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് കേട്ടോ. ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ്. മേക്കപ്പൊന്നും ഇടാത്ത ഞാനിതാണ്. അവൾ ഇച്ചിരി പോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെങ്ങോട്ടാണ് പോണത്? ഇനി നമ്മളെ കഴിച്ച് പറയാതെ പോവാൻ എൻ്റെ അടുത്ത്. അങ്ങനെ പാവല്ല നിർത്തി വയ്ക്കാം. അവൾ പറഞ്ഞു എത്താൻ പോണി. ഇനി ഇവിടെ നിന്നാൽ അടുത്ത നാഗർകോവിലോട്ട് പോകാൻ വെച്ചിട്ട് ഒരു ട്രെയിനില്ല. ഇനി പോണ വഴിക്ക് കഴുകി എടുക്കാം. ഒരു പൂച്ച വളരെ കഴിക്കാൻ എനിക്ക് വിശക്കുന്നു. ഒരു വക കഴിച്ചിട്ടില്ല. എന്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്തിടി കൊണവന്നോട് ചീത്ത വിളിക്കും. ഇതുപോലെ മൈലാഞ്ചി ഇടുന്നത് എനിക്ക് ഈ ഒരു ഡിസൈനേ അറിയത്തുള്ളൂ. സ്വന്തമായിട്ട് ഇട്ടാണ് കലാകാരി അനുപമ ഏഞ്ചൽ സോറ. അതെ ഞാൻ ഇവിടെ ഉണ്ട്. കല്യാണം പ്രമാണിച്ചെല്ലാം ഉണ്ട് കേട്ടോ. സീറ്റ് കിട്ടും. നല്ല തിരക്ക്. പിന്നെ ഇത് മാത്രമേ കിട്ടിയുള്ളൂ. പൊട്ടിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ മാങ്കോ ജ്യൂസ് ഇരിപ്പുണ്ട്. ഞാൻ ട്രെയിൻ വെച്ച് കഴിച്ചത്. ഇനി ഏത് സമയത്ത് നമ്മളങ്ങ് എത്തുമെന്ന് അറിയാൻ വയ്യ. ഇപ്പം സമയം 10 മണി. രണ്ടുപേരുടെ ഇരുന്ന് തിന്നു. ഇന്നത്തെ ഭക്ഷണം ഇതാണ്. ചിലക്ക് തല പിടിച്ചു. ഇത് മേടിച്ചതിൻ്റെ ബാക്കി 10 രൂപ തന്നെ പറ്റിച്ചു. തിരിച്ചു വരുമ്പോൾ അത് മേടിച്ചോണ്ട് പോവാള്. ഞാൻ ട്രെയിനിലാണെങ്കിൽ നീ പറഞ്ഞ അന്നെ ചേച്ചി ഒന്ന് ചിരിച്ച് മേടിച്ചിട്ട് ബാക്കി 10 രൂപയ്ക്ക് തരാൻ പറയണം. അങ്ങനെ നമുക്ക് 10 രൂപ വെറുതെ കൊടുക്കരുത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരുന്ന് ഉറങ്ങി. വിളിക്കാൻ വരാൻ വേണ്ടി ആരെയും വിളിച്ചില്ല. രണ്ടുപേരും സുഖമായിട്ട് ബസ്സിൽ കിടന്ന് ഉറങ്ങി. ഉറക്കണീച്ചേണ്ടതാണ് ഈ കാണുന്നത്. അനുവിൻ്റെ കാല് പെരുത്ത് അവിടെ ഇരിക്കുകയാണ്. നമുക്ക് അവൾ എങ്ങനെ ഇറങ്ങുമെന്നൊരു പിടിയുമില്ല. അതൊക്കെ പെരുത്തതാ ഇറങ്ങുന്നവള്. കാലനക്കത് ഒരേപോലെ. ആറ് മണി അങ്ങോട്ട് വെടിയെടുക്കട്ടെ. ഇങ്ങനെ നാഗർകോവിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് മുത്തു വരും. നീ വിളിച്ചാ? ഇല്ല, വിളിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഇതും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങി. അവളും ഉറങ്ങി. ഇതാ ഇവിടെ ഞങ്ങൾ നാഗർകോവിലിൽ എത്തിയിട്ടുണ്ട്.
എങ്ങും ആരുമില്ല. എന്തായാലും ശിവ വരാമെന്ന് പറഞ്ഞു. എപ്പോൾ വരുമെന്നറിയാൻ വയ്യ. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അനു ബസ്സിൽ അനുവിൻ്റെ കാല് പെരുത്തുപോയി, ഇറങ്ങാൻ വയ്യ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒരുപാട് ലെന്തിപ്പോവും, അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ കട്ട് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ബൈ.